ഈ ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ഷോക്കിംഗ് ആയ 3 ആർക്കിയോളജിക്കൽ ഡിസ്കവറീസ് പരിചയപ്പെടാം. അതിൽ അവസാനത്തേത് ഏതാണെന്ന് കണ്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. ഇതിൽ 3-ാം സ്ഥാനം ടെറാക്കോട്ട ആർമി. 1974 മാർച്ച് 29-നാണ് ചൈനയിലെ ഷിയാനിൽ ലോകത്തെ ഞെട്ടിച്ച ഈ കണ്ടെത്തലുണ്ടായത്. മണ്ണിനടിയിൽ 2200 വർഷത്തിലേറെ പഴക്കമുള്ള 8000-ലധികം ജീവസുറ്റ കളിമൺ സൈനികർ. ഇവ ചൈനയുടെ ആദ്യ ചക്രവർത്തിയായ കിങ് ഷി ഹുവാങ്ങിന്റെ ശവകുടീരത്തിന് കാവലായി നിർമ്മിക്കപ്പെട്ടവയാണ്. ഈ പടയാളികളുടെ കൂട്ടത്തിൽ കുതിരകളുടെയും രഥങ്ങളുടെയും നിർമ്മിതി കാണാൻ സാധിക്കും. ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഈ ആയിരക്കണക്കിന് പടയാളികളിൽ ഓരോരുത്തരുടെയും മുഖഭാവം ശ്രദ്ധിച്ചാൽ വ്യത്യസ്ത ഭാവങ്ങളായിരിക്കും. അവരുടെ വസ്ത്രങ്ങളും ആയുധങ്ങളുമൊക്കെ വളരെ വിശദമായി നിർമ്മിച്ചിരിക്കുന്നു. ചക്രവർത്തിക്ക് മരണാനന്തര ജീവിതത്തിലും സംരക്ഷണം നൽകാനാണ് ഈ സൈന്യത്തെ മുഴുവൻ ഉണ്ടാക്കിയത് എന്നാണ് അനുമാനിക്കുന്നത്. വർഷങ്ങളോളം മണ്ണിനിടയിൽ മറഞ്ഞുകിടന്ന ഈ സൈന്യത്തെ ആകസ്മികമായി കർഷകരാണ് കണ്ടെത്തിയത്. 2-ാം സ്ഥാനം ടൂറ്റൻഖാമുൻ ടെമ്പ്, ഈജിപ്ത്. പുരാതന ഈജിപ്തിലെ 18-ാം രാജവംശത്തിലെ ഫറവോ ആയിരുന്ന തൂത്തൻഖാമുന്റെ ശവകുടീരം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്നായിരുന്നു. ഏകദേശം 9 വയസ്സ് ആകുമ്പോൾ തന്നെ ഫറവോ എന്ന് പറയുന്ന വലിയ സ്ഥാനം തൂത്തൻഖാമുന് ലഭിച്ചു. എന്നാൽ 19-ാം വയസ്സിൽ തന്നെ ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇവരുടെ കല്ലറ 1922 വരെ ആർക്കും അറിയാതെ കിടക്കുകയായിരുന്നു. എന്നാൽ 1922 നവംബറിൽ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ഹോവാർഡ് കാർട്ടറും അദ്ദേഹത്തിന്റെ സഹായിയും ചേർന്ന് ഈജിപ്തിലെ ഒരു താഴ്വരയിൽ നിന്ന് ഈ കല്ലറ കണ്ടെത്തി. അധികമൊന്നും കേടുപാടുകൾ സംഭവിക്കാത്ത ഈ കല്ലറയിൽ തൂത്തൻഖാമുന്റെ സ്വർണ്ണ മുഖംമൂടി ഉൾപ്പെടെ 5000-ലധികം അമൂല്യ നിധികൾ ഉണ്ടായിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ ജീവിതം, ആചാരങ്ങൾ, ശവസംസ്കാര രീതികൾ എന്നിവയെക്കുറിച്ചുള്ള അതിശയകരമായ വിശദാംശങ്ങൾ ഈ ശവകുടീരം വെളിപ്പെടുത്തി. 1-ാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ 1-ാം സ്ഥാനം ഗോബെക്ലി ടെപ്പെ, തുർക്കി. ഇത് 1990-കളിൽ തുർക്കിയിൽ കണ്ടെത്തിയ 11,600ഓളം വർഷങ്ങൾ പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ടെമ്പിൾ ആണ്. ഈ കണ്ടെത്തൽ യഥാർത്ഥത്തിൽ മനുഷ്യ ചരിത്രത്തെക്കുറിച്ചുള്ള ധാരണകളെ തിരുത്തി എഴുതുന്നു. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വലിയ കല്ല് നിർമ്മിതികൾ ഉണ്ടാക്കാൻ അക്കാലത്തുള്ളവർക്ക് സാധിക്കുമെന്ന് കരുതിയിരുന്നില്ല. കൃഷി, ലോഹ ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ അല്ലെങ്കിൽ എഴുത്ത് പോലും നിലനിൽക്കുന്നതിന് മുമ്പാണ് ഇത് നിർമ്മിച്ചത്. ഈ സൈറ്റിൽ 20 ടൺ ഭാരമുള്ള കൂറ്റൻ ശിലാസ്തംഭങ്ങളുണ്ട്. അവയിൽ വിശദമായ മൃഗങ്ങളുടെ ചിഹ്നങ്ങളും നിഗൂഢ രൂപങ്ങളും കൊത്തിയെടുത്തിട്ടുണ്ട്. ചരിത്രത്തെ പുനർവായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണിത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യൂ.